ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് വീണു പോവുകയാണ്. നമുക്കറിയാം നിഫ്റ്റിയും സെൻസെക്സും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന്റെ റീസൺ? ഈ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ചാനലാണ്. ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് മേജറായിട്ട് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള കാരണം? ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ്. നമുക്കറിയാം, റീസെൻ്റ്ലി ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US ഇമ്പോർട്ട് ചെയ്യുന്നതിന് 25% താരിഫ് കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, കൂടാണ്ട് ചൈനയിൽ നിന്നും ഈ ഒരു താരിഫിന്റെ കാര്യം ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ടാരിഫ്സ് ഓൺ ചൈന ഇൻക്രീസിങ് ഫിയേഴ്സ് ഓഫ് ഗ്ലോബൽ ട്രേഡ് വാർ. ഇതൊരു ഗ്ലോബൽ ട്രേഡ് വാറിലേക്കുള്ള ഒരു ഫിയർ കൊണ്ടുവന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റിമെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അത് ഇൻക്ലൂഡിങ് ഇന്ത്യയിലേക്കും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റിമെന്റ് കടന്നു വന്നു. ഓക്കെ, ഇതാണ് മെയിൻലി ഒരു കാരണം. പിന്നെ ഒരു കാരണമായിട്ട് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഔട്ട്ഫ്ലോസ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് withdrew $25 billion ഫ്രം ഇന്ത്യൻ ഇക്വിറ്റീസ്. അതായത് കുറച്ച് മുമ്പേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇതുവരെ ഏകദേശം $25 ബില്യൺ പൈസയാണ് ഇന്ത്യൻ ഇക്വിറ്റീസിൽ നിന്നും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ഇതിന് കാരണം സീക്കിംഗ് ബെറ്റർ റിട്ടേൺസ് ഇൻ അതർ മാർക്കറ്റ്സ്. വേറെ മാർക്കറ്റ്സിൽ കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഫണ്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അവരുടെ ഈ പറയുന്ന ലാർജ് സെൽ ഓഫ് ലീഡിങ് ടു ഡൗൺവേർഡ് പ്രഷർ ഓൺ സ്റ്റോക്ക് പ്രൈസ്. അവരുടെ ഈ ഒരു രീതിയിലുള്ള സെൽ ഓഫ് നല്ല രീതിയിൽ ഷെയർ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് വീക്ക് കോർപ്പറേറ്റ് ഏർണിങ്സ്. റീസെന്റ് ഏർണിങ്സ് റിപ്പോർട്ട്സ് ഹാവ് മിസ്ഡ് എക്സ്പെക്ടേഷൻസ്, reduced investors' confidence leading to sell-off in key sectors. ചില കോർപ്പറേറ്റ് കമ്പനീസിന്റെ ക്വാർട്ടർലി പെർഫോമൻസ്, റീസെന്റ് ഉള്ള ക്വാർട്ടർലി പെർഫോമൻസ് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കുറഞ്ഞു. അത് നല്ല രീതിയിലുള്ള സെൽ ഓഫിന് കാരണമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഡൊമസ്റ്റിക് എക്കണോമിക് കൺസേൺസ്. ഹൈ ഇൻഫ്ലേഷൻ റേറ്റ്സ് ആൻഡ് റൈസിംഗ് അൺഎംപ്ലോയ്മെന്റ്, ലിമിറ്റഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കൺസേൺസ് അബൌട്ട് ഇന്ത്യസ് ഇക്കണോമിക്സ് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെക്ട്സ്. ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് RBI ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കണോമിയിൽ ഗ്രോത്ത് കുറയാൻ ചാൻസ്. ആ ഒരു റീസൺ കൊണ്ട് മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള കാരണം ഉണ്ടായിരുന്നു. പിന്നെ അൺഎംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള കാരണമുണ്ട്. ലിമിറ്റഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്കണോമിയുടെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ പറയുന്നത് മാർക്കറ്റ് ആക്ടിവിറ്റി ആൻഡ് ട്രേഡിംഗ് വോളിയം ഡിക്ലൈൻ. Zerodha CEO noted 30% drop in trading volumes, indicates reduced market participation and liquidity issues. നമുക്കറിയാം, സിറോദയുടെ CEO നിതിൻ കമ്പത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ബ്രോക്കേഴ്സിൽ നിന്നുമായിട്ട് ഓൾമോസ്റ്റ് 30% ഓഫ് ആൾക്കാർ 30% അടുത്ത് വോളിയം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റീസെന്റ് എല്ലാ ബ്രോക്കേഴ്സിൽ നിന്നുമായിട്ട് ഏകദേശം 30% ഓളം വോളിയം കുറഞ്ഞിട്ടുണ്ട്. അത് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത ഇഷ്യൂസും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം കൂടിയാണ് മാർക്കറ്റ് ഫോൾ ആവുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഇൻവെസ്റ്റേഴ്സ് ഡു? Stay informed about global and domestic market trends, avoid panic selling and make strategic investment decisions. Diversify portfolios to mitigate risk. Look for long-term opportunities in defensive sectors.
കൂടുതലായിട്ട് ഗ്ലോബലും ഡൊമസ്റ്റിക്കും ആയിട്ടുള്ള മാർക്കറ്റ് ട്രെൻഡ്സ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പാനിക്കായിട്ട് സെല്ല് ചെയ്യാണ്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ പോർട്ട്ഫോളിയോ കുറച്ച് ഷെയർസിലേക്ക് ചുരുക്കാണ്ട് കൂടുതലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാണ്. നമ്മൾ കുറച്ച് ഷെയർസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കൂടാൻ ചാൻസ് ഉണ്ടാവും. അതിന് പകരം പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മളൊരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറന്റ് ലോങ് ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്കിംഗ് ഫോർ ലോങ് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഡിഫൻസീവ് സെക്ടേഴ്സിലേക്ക് മാത്രമേ ഇപ്പോൾ ഫോക്കസ് ചെയ്യാം. FMCG, ഫാർമ സെക്ടേഴ്സ് പോലുള്ള ഡിഫൻസ് സെക്ടേഴ്സിൽ മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യും. ഓക്കെ, പിന്നെ കൺക്ലൂഷൻ ആൻഡ് ഫൈനൽ തോട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ the market downturn is driven by multiple global and domestic factors. ഗ്ലോബലി ആയിട്ടുള്ളതും ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഷുഡ് റിമെയിൻ പേഷ്യന്റ് ആൻഡ് മേക്ക് ഡാറ്റ ഡ്രിവൻ ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഡാറ്റ, അതായത് നമുക്ക് നല്ല പെർഫോമൻസ് ഒക്കെ കൂടുതൽ ഡാറ്റാസ് ഫോളോ ചെയ്ത് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കീപ് എ ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആൻഡ് അവോയ്ഡ് ഇമ്പൾസീവ് ഡിസിഷൻസ്. പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ലോങ് ടൈമിലേക്ക് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. ഓക്കെ.